ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻസ്റ്റൈൽ നൈറ്റിയുടെ ഒരു നെക്കിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ്. അപ്പോൾ ഫ്രണ്ട് പോർഷനിലെ തുണി നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ നെക്കിന് കൊടുക്കാനായിട്ട് 10 ഇഞ്ച് നീളം, അതുപോലെ തന്നെ നമ്മുടെ ചെസ്റ്റിന് എത്ര വണ്ണമുണ്ട് അത്രയും വണ്ണമുള്ള തുണി എടുത്ത് നടുവേ മടക്കി വെച്ചത്. അതായത് നമ്മുടെ നൈറ്റി തുണിയാണെങ്കിൽ നമ്മൾ നടുവേ മടക്കി വെച്ചിരിക്കുന്നതാണ് ഫ്രണ്ട് പോർഷൻ. അതുപോലെ തന്നെ ഈ തുണിയും നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, രണ്ടും മടക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നെക്കിനുള്ള തുണിക്ക് നമ്മൾ അതിലാണ് നമ്മൾ കഴുത്തിൻ്റെ അളവുകളും അതുപോലെ തന്നെ ജസ്റ്റ് ആം ഹോളും കൂടി നമുക്ക് മാർക്ക് ചെയ്ത് ഒരുമിച്ച് എടുക്കാം. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമുക്ക് പണിയങ്ങ് തീർന്നു കിട്ടും. ഇതുണ്ട്, ഇങ്ങനെ ഫോൾഡ് ചെയ്ത തുണിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ നൈറ്റ് തയ്ക്കാൻ അറിയുന്നവർക്കൊക്കെ ഇത് ചെയ്യാൻ എളുപ്പമായിരിക്കും. അത് അറ്റ്ലീസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നവർക്ക്. ഓക്കെ, ഇതുണ്ട്, ഇങ്ങനെ തുണി മടക്കി വെച്ചിട്ടുണ്ട്. അടിയിൽ നൈറ്റി തുണി, മേലെ നമ്മുടെ നെക്കിൻ്റെ തുണിയാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് സാധാരണ നമ്മൾ കൊടുക്കുന്ന ഷോൾഡർ നിങ്ങൾക്ക് എത്രയാണ് നമ്മൾ കൊടുക്കുക, അത് ഞാൻ ഇതിൽ 7 കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആം ഹോൾ 7 കൊടുക്കുന്നുണ്ട്, ചെസ്റ്റ് 12 കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ അതങ്ങോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതങ്ങോട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുക്കാം. എത്ര വേണം നിങ്ങൾക്ക് ആ രീതിയിൽ നമുക്കത് ആക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെ, ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആം ഹോളൊന്ന് കുഴിച്ച് വെട്ടണം. അപ്പോൾ ഒരു 1.5 ഇഞ്ച് നമ്മൾ ആം ഹോളിൻ്റെ അവിടെ നിന്ന് ചരിച്ച് ടേപ്പ് വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൽ ഇതുണ്ടോ, ഇങ്ങനെ നമ്മൾ 1.5 ഇഞ്ച് കുഴിച്ച് വെട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നൈറ്റിക്ക് ജസ്റ്റ് ഒരു കുഴിച്ച് വെട്ടൽ മാത്രമേ ഉള്ളൂ. സ്ലീവിലൊന്നും നമ്മളധികം കുഴിച്ച് വെട്ടാറില്ല. നമുക്ക് നോക്കിയിട്ട് ഇതുപോലെ യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ നെക്കിൻ്റെ തുണിയിലും ചെയ്യണം കേട്ടോ. എൻസ്റ്റൈൽ നൈറ്റി ആണ്, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കതങ്ങ് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നെക്ക് മാർക്ക് ചെയ്തെടുക്കാം. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ നൈറ്റി തയ്ക്കാൻ തന്നതിന് ഇതുപോലെയൊക്കെ ചെയ്തുകൊണ്ട് കുറച്ച് എളുപ്പത്തിൽ നെക്ക് നമുക്ക് ഫിനിഷ് ആവുകയും ചെയ്യും. നല്ല ഭംഗിയുള്ളൊരു നെക്ക് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. എക്സ്ട്രാ ക്യാഷിന് വാങ്ങിക്കുകയും ചെയ്യാം. നോക്കിക്കുക, അപ്പോൾ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നെക്ക് മാർക്ക് ചെയ്തിടണം. അപ്പോൾ നെക്ക് ഞാൻ കഴുത്തിൻ്റെ അകലം 2.5 കൊടുക്കട്ടെ, കഴുത്തിൻ്റെ ഇറക്കം 5.5 കൊടുത്ത ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിനനുസരിച്ചിട്ട് നെക്ക് വരച്ചെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ 2.5 ഇഞ്ച് കഴുത്തിൻ്റെ നിങ്ങളുടെ നെക്കിന് എല്ലാവർക്കും 2.5 അല്ല, എല്ലാവർക്കും 5.5 അല്ല, എല്ലാവർക്കും വ്യത്യാസം വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, ഓരോരോ അളവുകൾക്ക് ഓരോരോ സൈസ് ചാർട്ടിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരും. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇതാക്കാം. ഇപ്പോൾ ഒരുപാട് വണ്ണം ഉള്ളവർക്ക് ഈ അളവ് മതിയാവില്ല, ഒരുപാട് കുറച്ച് മെലിഞ്ഞവർക്കും ഈ അളവ് മതിയാവില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇത് പറയുന്നത്. ഞാനിപ്പോൾ നമ്മൾ ആര് അളവിലാണോ തയ്ക്കുന്നത് ആ അളവിലാണ് ഞാനത് പറയുന്നത്. അപ്പം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോളൂ. ഇനി നമുക്ക് ഈ ബ്ലാക്ക് കളർ തുണിനെ മാറ്റിയ ശേഷം അതൊന്ന് മാറ്റിയെടുക്കുക. അതൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ വക്കൊന്ന് മടക്കി അടിക്കണം. ഞാൻ കാണിച്ചു തരാം എവിടെയാണ് വക്ക് മടക്കി അടിക്കേണ്ടതെന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ എടുത്ത ശേഷം ഇങ്ങനെ എടുത്തിട്ട് നിവർത്തി വെച്ച ശേഷം അതിനെ ഉൾവശത്തോട്ട് മടക്കി അടിക്കുക. അടിവശം ഇല്ലേ, ഒരു 1/2 ഇഞ്ച് ഉള്ളിലോട്ട് മടക്കി അടിക്കുക. വക്ക് മടക്കി അടിക്കുക കേട്ടോ. ഇങ്ങനെ വെച്ചൊന്ന് മടക്കി അടിച്ച് കൊണ്ടുവരാം. അപ്പം ഞാൻ മടക്കിയടിച്ച് ഉള്ളിലോട്ട് മടക്കിയടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളുടെ നൈറ്റി തുണിയുടെ ഉൾവശം എടുക്കുക. നൈറ്റി തുണി നമ്മൾ കട്ട് ചെയ്തല്ലോ ഫ്രണ്ട് പോർഷൻ, അപ്പം അതിൻ്റെ ഉൾവശം നമ്മൾ എടുത്തിട്ട് നിവർത്തി വെക്കുക. ശേഷം നമുക്ക് ആ ഒരു ഭാഗം എടുത്തിട്ട് നോക്കിക്കേ, ആ ഒരു പീസ് എടുത്തിട്ട് അത് ഇതിൻ്റെ മേലെ വെച്ച ശേഷം നമുക്ക് ഒന്ന് കഴുത്തിൻ്റെ യു ഒന്ന് അടിച്ചു കൊടുക്കാം. ആ ചോക്ക് കൊണ്ട് വരച്ച ഭാഗത്ത് ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പം നമ്മളിത് അടിച്ചു കൊടുത്ത ശേഷം ചുറ്റും കട്ട് ചെയ്ത് കൊടുക്കുക. ചുറ്റും കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ഈ ബ്ലാക്ക് പീസിന് മാത്രം നമ്മൾ നല്ല വശത്തോട്ട് തിരിച്ചടിച്ച ശേഷം കഴുത്തിൻ്റെ അവിടെ പതിച്ചടിക്കുക. അതുപോലെ തന്നെ ബാക്ക് പീസ് നമ്മൾ അടിമടക്കി അടിച്ചില്ലേ, ആ ഭാഗം നൈറ്റി തുണിയോട് വെച്ചിട്ട് നമുക്കൊന്ന് പതിച്ചടിക്കാം. ബാക്കി ഭാഗങ്ങളൊന്നും തയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത് നോക്കിക്കത് ഇതുപോലെ വെച്ച ശേഷം ആ കഴുത്തിൻ്റെ ഭാഗം പതിച്ചടിക്കുക, ഇവിടെയും പതിച്ചടിക്കുക. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇതും കൂടി അടിക്കുക. വേറെ എവിടെയും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ആം ഹോളിൻ്റെ അവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല.
ഇവിടെയും ചെയ്യാം. അതേപോലെ തന്നെ അടിവശത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പതിച്ചടിച്ച് കൊണ്ടുവരാം. അടിവശത്ത് ആ തുണി, ബ്ലാക്ക് തുണി നമ്മുടെ കുർത്തിയോട്, ഈ ഒരു നൈറ്റിയോട് അറ്റാച്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇങ്ങനെ നെക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അതൊന്ന് പതിച്ചടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒരു അടിപൊളി ഇൻസ്റ്റൈൽ നൈറ്റിയാണ്, ഡിസൈനാണ് ഇന്ന് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നല്ല അജ്രക്കിൻ്റെ മെറ്റീരിയലൊക്കെ ആയിരിക്കണം, എന്നാലേ ഭംഗിയുള്ളൂ. സാധാരണ തുണി വെച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഭംഗിയൊന്നും കിട്ടത്തില്ല. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് അജ്രക്കിൻ്റെ തുണിയാണ് എടുത്തിരിക്കുന്നത്. അതിൽ ബ്ലാക്ക് ഓൾറെഡി വരുന്നുണ്ട്, അതുകൊണ്ട് പ്ലെയിൻ എടുത്തു. പ്ലെയിനിൽ ഇതുപോലെ ചെയ്യുമ്പോൾ ഇത്രയും ലുക്ക് അങ്ങ് വരില്ല നമുക്ക്. അതുകൊണ്ടാണ് ഞാൻ പ്രിൻറ്റഡ് അജ്രക്ക് എടുത്തിട്ട് അതിൻ്റെ മേലെ ഇത് വെക്കുന്നത്. ഇനി നമുക്കിത് വെച്ച ശേഷം ഇങ്ങനെ വെച്ചിട്ട് ഒറ്റ അടിയും കൂടെ അടിച്ചു പോകും കേട്ടോ. അധികം കണ്ട അങ്ങനെ അടിച്ചപ്പോൾ ഞാനത് അടിച്ചു ഫുള്ളായിട്ട് ലുക്ക് കാണിച്ചു തരാം. അപ്പം ഞാൻ അത് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഡിഫറൻസ് കണ്ടല്ലോ, കണ്ടല്ലോ, നമുക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മളത് കണ്ട നല്ല ഭംഗി, നല്ല ഫിനിഷിങ്ങാണ്, നല്ല എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം. അളവുകളും കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ എളുപ്പമാണ്. അപ്പോൾ ഇതിൻ്റെ ഉൾവശം നല്ല ഫിനിഷിംഗ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബാക്ക് ഇതൊക്കെ ചെയ്ത് ഷോൾഡറൊക്കെ കുട്ടിയടിച്ച് നമുക്കൊന്ന് സെറ്റാക്കി നമുക്ക് എടുക്കാം കേട്ടോ. അത്രയും എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് ഫുള്ളായിട്ട് സ്റ്റിച്ച് കഴിയുമ്പോഴൊരു ലുക്ക് ഞാൻ കാണിച്ചത് കേട്ടോ. നല്ല ഭംഗിക്ക് നമുക്ക് നിൽക്കും. ഒരാൾക്ക് തയ്ച്ചു കൊടുക്കണം, ഇത്രയും ഭംഗിയിൽ നമുക്കിത് അങ്ങ് നിൽക്കണുണ്ട്. അത് നല്ല രസത്തിൽ നമുക്ക് നിൽക്കും. ഇങ്ങനെയൊക്കെ ഇട്ട് ആരും ഇങ്ങനെ ഫോട്ടോ നമ്മുടെയൊക്കെ ഇതൊക്കെ നമ്മൾ തയ്ച്ചു കൊടുക്കേണ്ട വാട്സാപ്പിൽ ഇതുപോലെ സ്റ്റാറ്റസ് ഇട്ടിട്ട് നമുക്ക് ഓർഡറുകൾ തനിയേ വന്നോളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ഇപ്പം തന്നെ ഷെയർ ചെയ്യാം കേട്ടോ. താങ്ക് യു.